ഹായ്, എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ട്, അതുപോലെ ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഈ വീട്ടിലേക്കൊരു പുതിയ മെമ്പർ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത്, പിന്നെ എൻ്റെ ഉമ്മ വരുന്നുണ്ട് ഇന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടോക്ക്. കണ്ടിട്ട് ഇഷ്ടമായി നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അങ്ങനെ ഞാനും ഷാലും കൂടെ ഒന്ന് ടൗണിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പം തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറേ ക്ലീനിങ്ങും വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇറങ്ങുമ്പം തന്നെ ഉച്ചയായിട്ടുണ്ട്. പിന്നെ വാവി വന്നിട്ടില്ല കേട്ടോ. വാവിക്ക് സ്കൂളിൽ എന്തൊക്കെയോ വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കുറേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാവി വരുന്നില്ല. അപ്പം ഞാനും ഷാലയും കൂടി ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുക്കലാണ്. ക്യാപ്സിക്കം കണ്ടപ്പോൾ എടുത്തിട്ടോ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെജിറ്റബിൾസിൻ്റെ സൈഡിൽ എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വന്നപാടെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞിട്ട് മേലെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എപ്പോഴും ഞാൻ വരുമ്പോൾ സാധനത്തിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ലിസ്റ്റ് എഴുതിയിട്ടൊക്കെയാണ് വരുത്തി. ഇന്ന് അതൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഓരോന്ന് ഓർത്തോർത്ത് അപ്പം തന്നെ നോക്കി എടുക്കുന്നതാണ്. അത്യാവശ്യം വേണ്ടത് എടുത്ത് വെച്ചു, എല്ലാം എടുത്തെന്നാണ് ഓർമ്മ കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയാലാണ് എന്തൊക്കെയാണ് മിസ്സായത് ഒക്കെ അറിയുള്ളൂ. ഇനിയിപ്പോൾ താഴത്തെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ ഇപ്പോൾ എനിക്ക് കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കാരണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 3-4 ഐറ്റംസ് നോക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധനങ്ങൾ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ ചിലത് കറയാവുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് വെക്കാതെ ഇങ്ങനെ കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ സോസിൻ്റെ ബോട്ടിൽസും അതുപോലെ ഓയിൽ കണ്ടെയ്നേഴ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. പിന്നെ ഇതാ കഴിഞ്ഞിട്ടോ ഏകദേശം വേണ്ട സാധനങ്ങൾ കുറച്ച് നോക്കിയെടുത്ത് ഇനിയിപ്പം ബില്ലാക്കണം. പിന്നെ ബില്ലിങ്ങിലുള്ളത് എൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ, സീനു ആണ്. ഓനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ചോറ് പുറത്തുനിന്ന് വാങ്ങി കേട്ടോ, സാദാ ചോറ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഉച്ചയായിന് പോകുമ്പം തന്നെയാണ്. അപ്പോൾ ഒന്നിനും ടൈം കിട്ടിയില്ല. അങ്ങനെ ഇതാ സാമ്പാറും മീൻകറിയും പിന്നെ ചോറിലിതാ ഉപ്പേരി അച്ചാറോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു മെമ്പർ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഇതാണ് കേട്ടോ പുതിയ ഫ്രിഡ്ജ് വാങ്ങി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഫ്രിഡ്ജ് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇന്നാണ് കിട്ടിയത് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതാ പഴയ ഫ്രിഡ്ജ് വേറെ കൊടുത്ത്. അപ്പോൾ അതിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇതാ ബട്ടറും അതുപോലെ ചീസൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങിയത് കേട്ടോ. നമുക്ക് പുതിയത് കിട്ടുമ്പോൾ എന്തായാലും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ. പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ എൻ്റെ ഈ കേക്കിൻ്റെയും അതുപോലെ എസൻസൊക്കെ ഇല്ലേ കളറുകൾ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ബോട്ടിലാക്കി ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് വെക്കുക കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് വെച്ചാൽ അതിൻ്റെ അടപ്പ് എങ്ങാനും ചെരിഞ്ഞിട്ട് ലീക്കാവുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സിലൊക്കെ മൊത്തം കറയായി പോകും കേട്ടോ. തുടച്ചാൽ പോകും, പക്ഷേ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തുടക്കാൻ വിട്ടുപോയി പിറ്റേന്നൊക്കെ വെച്ചാൽ അത് ക്ലീൻ ആക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജ് ഒരിക്കലും വൃത്തികേടായിട്ടുണ്ടാവില്ല, എപ്പോഴും ക്ലീൻ ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 പേരുണ്ട് കേട്ടോ. വാവീൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് ഇവിടെ, മലീഹക്കുട്ടി കേട്ടോ. അപ്പോൾ അവർ 2 പേരും കൂടെ ഇങ്ങനെ ഓരോന്നും ബോട്ടിലാക്കിയിട്ട് എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എടുത്ത് വെക്കും. ഇതാ കറിവേപ്പില തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം ഇല്ലാതെ വെക്കണം കേട്ടോ, നനവില്ലാതെ ഇങ്ങനെ ബോട്ടിലാക്കി കുറേ ദിവസം സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഇതാണ് വാവീൻ്റെ ഫ്രണ്ട് മലീഹക്കുട്ടി. എൻ്റെ എല്ലാ വീഡിയോസിനും ഫസ്റ്റ് തന്നെ കയറി കമൻറ്റും ലൈക്കൊക്കെ ഇടുന്നൊരു മോളാണ് കേട്ടോ, എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ. അപ്പോൾ ഇതാ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇന്ന് വാങ്ങിയതും പഴയതും ഒക്കെ കൂടെ ഇങ്ങനെ ഇതിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ഇങ്ങനെ കവറോടെ തന്നെ വെച്ചാൽ ഒരാഴ്ചത്തേക്കൊക്കെ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ അത് ഒരു ബ്ലാക്ക് കളർ വരും. പിന്നെ എങ്ങനെ അപ്പാടെ വെച്ചാൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഡോറിലിതാ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചോക്കോസിൻ്റെയും അതുപോലെ കോൺഫ്ലേക്സ്. പിന്നെ കുറച്ച് നാടൻ മുട്ടയൊക്കെ വാങ്ങി വെച്ചതുണ്ട് കേട്ടോ. പിന്നെ എന്താണ് വെള്ളം സ്ട്രോബെറീൻ്റെയൊക്കെ പഴയതാട്ടോ, തീരാറായിട്ടുണ്ട്. സോസ് അതുപോലെ സ്ക്വാഷ് പിന്നെ മോര്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഈ ഫ്രിഡ്ജിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ആക്കിയത്. പിന്നെ ഈ ഓണം ഓഫർ ആയതുകൊണ്ട് നല്ല റിഡക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നല്ല റേറ്റ് കുറവുണ്ട്.
ഇത് കണ്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഉള്ളി, പൊട്ടറ്റോ, പിന്നെ ഇഞ്ചി ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്പെഷ്യൽ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഹോൾസ് ഉള്ളതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ക്ലിങ് ഫിലിം അതിൽ വിരിച്ചു കൊടുത്തിട്ട് അതിലാണ് ഇട്ടത് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവർ വിരിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന ദം ബിരിയാണി ഇല്ലേ, ചിക്കൻ പൊരിക്കാതെ വെക്കുന്ന, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനിത് ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ തൈര് കട്ടത്തൈരായാലും പുളിയുള്ളതായാലും കുഴപ്പമില്ല കേട്ടോ. അതും പിന്നെ ഇതാ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതിന് 1 ടീസ്പൂൺ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു ഉള്ളി നേരിയതാക്കി കട്ടാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ചിക്കൻ മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെ ഞാനിതാ ഒരു 3 ഉള്ളി ഇതാ അതുപോലെ തന്നെ കട്ടാക്കിയിട്ട് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ പൊരിച്ച് മാറ്റിയില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി 3 ഉള്ളി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതാ ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിലും അത്ര തന്നെ നെയ്യും മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി അതിൽ ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ കാഷ്യൂം കിസ്മിസും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ മൊത്തത്തിൽ ഒന്നിച്ചാണ് ഇട്ടത് കേട്ടോ. അതൊന്ന് മാറ്റി ആ ഓയിലിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് സാധാ നമ്മൾ റൈസ് വെക്കുന്ന പോലെ തന്നെ കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, ചെറിയ അരി, അത് ബിരിയാണി റൈസ് ഇട്ടാ അതിട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വഴന്നാലാണ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ഇട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് നമ്മുടെ തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് ഇതാ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം ആളും കറിവേപ്പില ഇടൂല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് മുന്നേ ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും ഇതിലേക്കിട്ട് പിന്നെ കുറച്ച് ഒരു പിടിയോളം മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്കാക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ റൈസ് ഇതാ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി റൈസ് ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് ഇതാ മസാല ഇട്ട് കൊടുത്ത് ഇനി ഇതാ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. പാലിന് പകരം ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി ആക്കിയാലും മതി. ഇനി ഇതാ നമ്മൾ ഫ്രൈ ആക്കിയ ഉള്ളിയും കാഷ്യൂം കിസ്മിസ് മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മേലെ റൈസ് ഇട്ടിട്ട് വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു നുള്ളു ഗരം മസാലയും കൂടെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിന് സൈഡായിട്ട് ഇതാ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ തൈരും കുറച്ച് ഉപ്പും, തൈര് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മോര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കി വെച്ച് ഇനിയിപ്പോൾ ഇതാ ഒരു ചമ്മന്തിയും കൂടെ വേണം കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും നമ്മുടെ പുതിനയില്ലേ, പുതിന കുറച്ച് അധികം തന്നെ ഇടണം കേട്ടോ, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചമ്മന്തിക്ക്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുഡൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതാ ഉമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കലാണ്. ഇത് ആങ്ങളുടെ മോളാണ് കേട്ടോ, ഇവിടെ നിൽക്കാൻ വന്നതാ. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമാണ് എല്ലാവരും ഉള്ളത് കൊണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കല്ലേ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്ത നല്ലൊരു റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.